മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൂജരാജാക്കന്മാർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നത്. യഥാർത്ഥ ക്രിസ്തുമസ് ഈശോയുടെ മുമ്പിൽ ഹൃദയം തുറക്കലാണ്. ഈശോയുടെ മുമ്പിൽ ഹൃദയത്തെ തുറക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുമസ് നാളിൽ നമ്മുടെ ഹൃദയം ഈശോയുടെ മുമ്പിൽ തുറന്ന് സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും വിശുദ്ധിയും ക്ഷമയും നന്മയും കരുണയും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ഈശോയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് എന്താ ഉള്ളത്? സ്നേഹമുണ്ടാവണം, കരുതലുണ്ടാവണം, ക്ഷമയുണ്ടാവണം, നന്മയുണ്ടാവണം, വിശുദ്ധിയുണ്ടാവണം. ഹൃദയം നിറയെ വിശുദ്ധിയുടെ, നന്മയുടെ, പ്രാർത്ഥനയുടെ, ക്ഷമയുടെ, കരുണയുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഈശോയുടെ മുമ്പിൽ തുറക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോഴാണ് ക്രിസ്തുമസ് അനുഗ്രഹദായകമാവുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആകുലതയും ഭാരവും പേടിയും നമ്മുടെ ആഗ്രഹങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും അശുദ്ധിയും നീക്കിക്കളയുക. കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.